ഈ 24 മണിക്കൂർ എന്നുള്ളത് ഒരു 30 മണിക്കൂറാക്കി കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം എനിക്ക് 24 മണിക്കൂർ ഒന്നിനും തികയുന്നില്ല. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഒരു വ്ളോഗ് ഇട്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വ്ളോഗാണിത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ അതിലെ ലഞ്ച് ബോക്സ് വീഡിയോസ് റെസിപ്പിയൊക്കെ കാണിച്ചിട്ടാണ് ആ വ്ളോഗ് ഇട്ടത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല തേങ്ങാച്ചോറും ബീഫ് റോസ്റ്റും പരിപ്പ് കറിയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി അടുത്ത വ്ളോഗിൽ പെട്ടെന്ന് ഇടാമെന്ന്. പക്ഷേ ആ പെട്ടെന്നെന്നുള്ളത് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. ഒന്നിനും സമയം തികയുന്നില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനും. ഒന്നിനും നേരമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്ന് ഇത് പോസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഫോണിൽ സ്ഥലമില്ല വേറെ വ്ളോഗും ഷോർട്ട് വീഡിയോസും റീൽസും ഒന്നും എടുക്കാനായിട്ട്. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് ഡിലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി തേങ്ങാച്ചോറ്, പരിപ്പ് കറിയും ബീഫ് റോസ്റ്റും നോക്കിയാലോ. അപ്പോൾ തേങ്ങാച്ചോറ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മട്ടയരി കൊണ്ടിട്ടാണ്. ഏത് അരി കൊണ്ട് വേണമെങ്കിലും എടുക്കാം, പക്ഷേ മട്ടയരിയിൽ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അരി ഒരു പാത്രത്തിൽ അളന്ന് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ, സോക്ക് ചെയ്ത് കിട്ടട്ടെ. ഒരു 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്ത് കിട്ടിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം. അരി ഇവിടെ കഴുകി വെള്ളത്തിയിട്ടു. പിന്നെ ബീഫ് കുറച്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എല്ലാ സ്പൈസസുകളും അതിലിട്ട് കൊടുത്തിട്ട് ഒരു സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തേ. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. കറിവേപ്പില ആ സമയത്ത് ഇടണമായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു തേങ്ങ എടുത്ത്, ഒന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല, ഒരു തേങ്ങ എടുത്ത് പിഴിഞ്ഞിട്ട് നമ്മൾ അരി ഇളന്നെടുത്ത കപ്പിന് 2.5 കപ്പ് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അതെടുത്ത് വെക്കണം. എന്നിട്ട് സവോള വാടി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. കറിവേപ്പില ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നിങ്ങൾ ആ സവോള വാട്ടുമ്പോഴേ അങ്ങ് ഇട്ട് കൊടുത്തു. എൻ്റെ സവോളയൊന്നും ഒത്തിരി അങ്ങ് കളറൊന്നും മാറേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരുപാട് ഉപ്പ് വാരി ഇടില്ല. തേങ്ങാച്ചോറിന് നമ്മൾ സാധാരണ ഈ ബിരിയാണിക്കൊക്കെ ഇടുന്ന അത്ര ഉപ്പ് വേണ്ട കേട്ടോ, നോക്കിയിട്ട് ഇടണേ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരിയും കൂടെ വെള്ളം കളഞ്ഞിട്ട് കഴുകിയിട്ട് കൊടുത്തു. അരി ഒരു 20-25 മിനിറ്റൊക്കെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചായിരുന്നേ. ഒരു പകുതി നാരങ്ങയും കൂടെ കുരു കളഞ്ഞ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടേ. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല, കുക്കർ അടച്ച് വയ്ക്കുക, വേവിക്കുക. തേങ്ങാച്ചോറ് വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പം നല്ല പെർഫെക്റ്റായിട്ടും കിട്ടും കേട്ടോ. വെന്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചില്ലായിരുന്നല്ലേ. അപ്പോൾ ഇതാ പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നല്ല നീരുള്ള നാരങ്ങയായിരുന്നേ, അതുകൊണ്ട് പകുതി മതി. ഈ നീര് കുറവാണെങ്കിൽ ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചോ കേട്ടോ, ഒഴിച്ച് കൊടുത്തോ കേട്ടോ. ഇത്രയും ചോറിന് അത്രയും വേണം. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് അത്രയും ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടച്ച് വെച്ചു. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാവേ. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ അരി സോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കൂടുതൽ വേവിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ വേവിച്ചെടുത്താലും മതിയേ. സോക്ക് ചെയ്തുകൊണ്ട് ഒരു 20-25 മിനിറ്റൊക്കെ മതിയാവും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്നതിലും നല്ലത് അങ്ങനെയാണേ. പിന്നെ ഞാനിപ്പം ഡയറ്റിങ്ങും വർക്കൗട്ടും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ന് എൻ്റെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു മാറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ച് വന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ബീഫ് ഉലർത്താണേ. നമുക്ക് കുക്കഡിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. പക്ഷേ കുക്കഡിൻ്റെ മസാല അടിപൊളിയാണ് കേട്ടോ. പ്രൊമോഷൻ ചെയ്തതാണെങ്കിലും സംഭവം കേട്ടുവാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേന് ആ ഒരൊറ്റ മസാല മതി, ഉപ്പ് പോലും ഇടണ്ട കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട. അപ്പോൾ ബീഫ് കഴുകി എടുത്തതിലേക്ക് കുക്കഡിൻ്റെ ആ ഒരു മസാല ഇട്ട് കൊടുത്തു കേട്ടോ. ബീഫ് ഉലർത്ത് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഞാൻ നേരെ കുക്കറിലിട്ട് കൊടുക്കുകയാണ്, സമയം പോയി കേട്ടോ. കുക്കറിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കറി വെക്കണം. പരിപ്പ് തീർന്നായിരുന്നേ, അപ്പോൾ പിന്നെ പൊട്ടിച്ചിടാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പ് ഒന്ന് പൊട്ടിച്ചിടുവാണേ. മീഷോയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ. 6 കണ്ടെയ്നർ ഉണ്ടായിരുന്നേ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ഒന്നൊന്നുമല്ല, ഒത്തിരിയായി, ഒരു 1.5 വർഷത്തോളമായി കേട്ടോ ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അഫോർഡബിൾ പ്രൈസാണ്, പക്ഷേ നന്നായിട്ട് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും പോയിട്ടില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ പരിപ്പ് കറിക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അതങ്ങ് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് കുറച്ച് ഉള്ളിയൊക്കെ വേണേ. അപ്പോൾ പരിപ്പ് കറിക്ക് ഉള്ളി വേണം, ബീഫ് റോസ്റ്റിന് ഉള്ളി വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് പരിപ്പൊന്ന് കുതിർന്ന് കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ഞാനിതാ ബീഫ് റോസ്റ്റിനുള്ള സവോളയും ഒരു സവോള എടുത്തുള്ളൂ. ഉള്ളിയാണ് കേട്ടോ കൂടുതൽ എടുക്കുന്നത്, ചെറിയ ഉള്ളി. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ പരിപ്പ് കറിക്ക് ഉള്ളി വേണം. അപ്പം പരിപ്പ് കറിക്ക് വേണ്ട ഉള്ളി ഞാനിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് റോസ്റ്റിനുള്ള ഉള്ളി ഞാൻ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഈ ഒരു ബീഫ് റോസ്റ്റിന് ചതച്ച് ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ്.
അങ്ങനെ ഇതാ ബീഫ് റോസ്റ്റിനുള്ള ചെറിയുള്ളിയൊക്കെ ചതച്ചെടുത്തു. സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട കേട്ടോ, ബീഫ് റോസ്റ്റിന് ഇടുന്നില്ല. പിന്നെ വെളുത്തുള്ളി, നമ്മുടെ പരിപ്പ് കറിക്ക് ഒരു ഇച്ചിരി വെളുത്തുള്ളി വേണം. ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പരിപ്പ് കറിയിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ്. അങ്ങനെ ഇത് ബീഫ് റോസ്റ്റിനുള്ള ഉള്ളിയൊക്കെ ചതച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പരിപ്പ് കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടുത്തെ ഈ പാനിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വെന്തില്ലെങ്കിലോ, എപ്പോഴും കുക്കറിലല്ലേ പരിപ്പിട്ട് വേവിക്കുന്നത്, അതാകുമ്പോൾ ഒരൊറ്റ വിസിലിട്ടാൽ വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലേക്ക് ഇത് നേരെ മാറ്റി കേട്ടോ. പരിപ്പിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും ഒന്നിൽ കൂടുതൽ പച്ചമുളക് ഇട്ടാൽ, കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കുന്നതല്ലേ. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ പരിപ്പ് ഒരു കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്, ഒരു കുക്കറിൽ തേങ്ങാച്ചോറ് ഇരിപ്പുണ്ട്, ഒരു കുക്കറിൽ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 അടുപ്പിൽ 3 കുക്കർ വെച്ചേക്കുവാണ്. ബീഫ് ഒരു 2-3 വിസിലടിച്ചപ്പോൾ ഞാൻ മാറ്റി കേട്ടോ. ഇനിയിപ്പം നോക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഞാൻ ഇതാ പരിപ്പ് അടുപ്പിലിട്ട് വെച്ചു. തേങ്ങാച്ചോറ് എന്ത് സെറ്റായിട്ടിരിക്കുവാണ്, അതിൻ്റെ എയർ ഒന്ന് പോയി കിട്ടിയാൽ മതിയേ. അങ്ങനെ തേങ്ങാച്ചോറിൻ്റെയും എയറൊക്കെ പോയി ഞാൻ വെന്തോ നോക്കാൻ വേണ്ടി എടുത്തു. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞു പോയിട്ടുണ്ടോ? അതുമില്ല. നല്ല ചോറായിരുന്നു കേട്ടോ, നല്ല രുചിയുള്ള നല്ല ചോറ്. ഈ തേങ്ങ അരച്ചും തേങ്ങാച്ചോറ് വയ്ക്കും, തേങ്ങാപ്പാലിലും തേങ്ങാച്ചോറ് വയ്ക്കുവേ. എളുപ്പത്തിന് നമ്മൾ തേങ്ങാപ്പാൽ പിഴിയാൻ ഇങ്ങനെ മടിയുള്ളപ്പം തേങ്ങ അരച്ച് വയ്ക്കും. പക്ഷേ ഈ തേങ്ങ ഇതിൽ വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, തേങ്ങാപ്പാലിൽ വെക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ തേങ്ങാപ്പാലിൽ തേങ്ങാച്ചോറ് വെക്കുന്നത് പഠിച്ചത്. അങ്ങനെ തേങ്ങാച്ചോറ് സെറ്റായി. ഇനി നമുക്ക് ബീഫ് റോസ്റ്റിന് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, അതുപോലെ നമ്മുടെ പരിപ്പ് കറിക്ക് തേങ്ങ അരയ്ക്കണം. അപ്പോൾ ഇല്ലേ, ഈ ഒരു ഐറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഉള്ളി പോലെ ഇരിക്കുന്ന ഐറ്റം കണ്ടോ, ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തേങ്ങ പൂളുമ്പോഴത്തേനും നമ്മുടെ കൈയൊക്കെ മുറിയത്തില്ലേ, അതിന് പകരം ഈ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് തേങ്ങ ഇതുപോലെ കുത്തിയെടുക്കാം കേട്ടോ. പെട്ടെന്നായി കിട്ടും, നമുക്ക് എളുപ്പത്തിൽ തേങ്ങ ഇങ്ങനെ കുത്തിയെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ തേങ്ങ ചുരണ്ടാൻ മടിച്ചിട്ടില്ലേ, കത്തി കൊണ്ട് തേങ്ങ പുളി മിക്സിയിലിട്ട് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൈയൊക്കെ മിക്കവാറും മുറിയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നതാണ് അത് ആ ഒരു ഐറ്റം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. 100 റുപ്പീസിന് താഴെയുള്ളൂ. പക്ഷേ നല്ല അടിപൊളിയാണ്, നല്ല മൂർച്ചയുണ്ട്. നമ്മുടെ കൈ മുറിയൊന്നും പേടിക്കുകയും വേണ്ട കേട്ടോ. അതുകൊണ്ട് തേങ്ങ പുളി എടുത്താൽ തേങ്ങ തിരുമാൻ മടിയുള്ളവർക്കും കൈക്ക് ഒരത്തിന് വേദന ഉള്ളവർക്കും ഒക്കെ ഈ ഒരു സാധനം ഉപയോഗിച്ച് തേങ്ങ ഇതുപോലെ കൊത്തിയെടുക്കാവേ. അപ്പോൾ പരിപ്പ് കറിക്കുള്ള തേങ്ങയാണ് ഞാൻ അരച്ചെടുത്തത്. കുറച്ച് വലിയ ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. ആ അരപ്പ് നമുക്ക് വെന്ത് കിടക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെന്തതാണ് കേട്ടോ. ഞാൻ ആ പാനിലോട്ട് ആ പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ ഒരുപാട് തിള വരണ്ട കേട്ടോ ഈ പരിപ്പ് കറിക്ക്. പിന്നെ ഉപ്പ് പോരാൻ തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പിട്ടു. ലാസ്റ്റ് നമ്മൾ യൂഷ്വലായിട്ട് താളിച്ച് വയ്ക്കുന്ന പോലെ വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പം നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡിയായി കിട്ടി. ഈ ഒരു ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിലാണ് കേട്ടോ ഞാൻ പരിപ്പ് കറി വെച്ചത്. ആ ഒരു കുക്ക് ടോപ്പിലില്ലേ നമുക്ക് എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാൻ പറ്റുമേ. നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അലുമിനിയോ ചട്ടിയോ എന്ത് വേണേലും. പക്ഷെ നന്നായിട്ട് ചൂട് നിൽക്കുകയെ, അതുകൊണ്ടാണ് പരിപ്പ് കറി താളിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിന്നത്. അപ്പോൾ ആ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൻ്റെ നമ്മൾ 2300 രൂപ എങ്ങാണ്ട് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓഫറാണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. നല്ലതാണ്, നമുക്ക് പെട്ടെന്ന് കറണ്ടല്ല ഗ്യാസ് ഇല്ലെങ്കിലൊക്കെ പെട്ടെന്ന് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് വലിയ ജീരകം ഇട്ടൊന്ന് മൂപ്പിച്ച്, പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി ഒന്ന് വഴറ്റി എടുത്തിട്ട് സവാള ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ബീഫ് വേവിച്ച് എടുത്തത് ആ ഗ്രേവിയോടുകൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഗ്രേവി പറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇനി കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ എടുക്കുന്നത്. തേങ്ങാച്ചോറിന് ഒരു ഇച്ചിരി ഗ്രേവിയിലല്ലേ നല്ലത്. പിന്നെ ഉപ്പ് പോരാൻ തോന്നിയുകൊണ്ട് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തായിരുന്നു. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ടിട്ട് നമുക്കങ്ങ് സെർവ് ചെയ്യാം. പിന്നെ മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊന്നും മല്ലിയില അത്ര ഇഷ്ടമില്ല, കറിവേപ്പിലയാണ് ഇടുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇച്ചിരി മല്ലിയില ഇടും, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇതാ കുറച്ച് മല്ലിയിലയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കിതാ ബീഫ് റോസ്റ്റും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ റെഡിയായി. ഇന്ന് നമുക്ക് പ്ലേറ്റിലൊക്കെ എടുത്ത് കഴിച്ചാലോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു വാഴയിലൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നല്ല തേങ്ങാച്ചോറ് ഒരു പ്ലേറ്റിൽ കമത്തിയിട്ടും, അതും കാണാനൊരു ഭംഗിക്ക് വേണ്ടി. ഇതിനൊന്നും ടേസ്റ്റിലൊന്നും വ്യത്യാസം വരുത്തൊന്നുമില്ല. നമ്മൾ പ്ലേറ്റിങ് ചെയ്യുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. അതിലേക്ക് ബീഫ് റോസ്റ്റും പരിപ്പ് കറിയൊക്കെ കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചു. ഒരുപാട് നാളായി കേട്ടോ ഇത്രയും നല്ല തേങ്ങാച്ചോറും പരിപ്പ് കറിയും ബീഫ് റോസ്റ്റൊക്കെ ഒരുമിച്ചങ്ങ് കഴിച്ചിട്ട്. പിന്നില്ലേ ഇതിൻ്റെ കൂടെ നല്ല അച്ചാറും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും. എനിക്ക് മാങ്ങാച്ചാറാണ് ഇഷ്ടം. പിന്നെ തേങ്ങാച്ചോറിന് എനിക്ക് തോന്നുന്നു നാരങ്ങാച്ചാറാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഏതെങ്കിലും അച്ചാറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയോ, ഒന്നും പറയാനില്ല. ഇത് ഒത്തിരി ദിവസമായി സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട്. എനിക്ക് ഇപ്പോൾ കണ്ടപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുവാണ് കേട്ടോ.
അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊക്കെ കഴിച്ചു. പിന്നെ ഇക്ക വന്നത് ഇക്കാക്കുള്ള ചോറാണ് എടുത്ത് കൊടുത്തത്. അങ്ങനെ ഇക്കായും ചോറുണ്ടു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയിപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.